ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾക്കറിയാം നമ്മളെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തിരിക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസും അതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വരികയാണ്. സോ മക്കളെ എല്ലാവരും അടിപൊളിയായിരുന്നോ? നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യം ഒരു കാര്യം ഓർമ്മിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചാപ്റ്ററിൽ കിടക്കാം. ഇന്ന് രാത്രി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 100% ഓരോ ചാപ്റ്ററിന് 5 ക്വസ്റ്റ്യൻസ് വീതമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ജോഗ്രഫിന്റെ ഫൈസൽ സാറും അതേപോലെ ജിതിൻ സാറും നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായി പഠിക്കാം. നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരാം കേട്ടോ. സോ ഇന്ന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്കറിയാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്ന ചാപ്റ്റർ ആണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഡിസ്ട്രിബ്യൂഷൻ ദ പവർ ഓഫ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് മുഴുവനായിട്ട് പഠിക്കണോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. മക്കൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ അടിപൊളിയാക്കി മാറ്റാം കേട്ടോ. സോ ഇത് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും ഇതാണ് പഠിക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് ടേമില് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചത് എവിടെ വരെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെക്കുക. ഞാനൊരു വര വരച്ചിട്ടുണ്ടാവും, വര കാണുന്നില്ലേ? ഞാൻ വേറെ വര വരച്ചു കേട്ടോ. വലിയ വര വരച്ചു കൊടുക്കൂ. അയ്യോ, വര നല്ല വര. ഓക്കെ, ഇതുവരെയുള്ള ഭാഗം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് ചോദിച്ചതാണ്. അതിന് താഴോട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്നത്. ഇതിന് ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല, വരും. ഇത് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ വരുള്ളൂ. അത് ഏതാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം, വീടിന് അവസാനമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇതിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെപ്പറേഷൻ ഓഫ് പവർ. അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതാ ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടോ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം. സെപ്പറേഷൻ ഓഫ് പവർ കൃത്യമായിട്ട് അറിയാം. നമ്മൾ അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന വേർതിരിച്ച് 3 ഘടകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്റെ മക്കൾക്ക് അറിയാണെങ്കിൽ വീഡിയോ കാണേക്കാൻ മുന്നേ അതൊന്ന് കമന്റ് ചെയ്താൽ എനിക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് അറിയാമെന്ന്. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് കമന്റ് ചെയ്യാം ഏതൊക്കെയാണ് 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, 3, 2, 1 നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുന്ന തോന്നുന്നു. സോ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട 3 എണ്ണമാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതാണ് പ്രധാനപ്പെട്ട 3 വിഭാഗം. ഈ 3 വിഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോ നോക്കാം. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് തന്നെയാ പറഞ്ഞുതരാം. നിയമനിർമ്മാണ വിഭാഗക്കാർക്ക് പ്രധാനമായിട്ടുള്ള പണി എന്താണ്? നിയമം നിർമ്മിക്കുക. മേക്സ് ദ ലോസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി കേട്ടോ. മേക്സ് ദ ലോസ് ആണ്, നിയമം ഉണ്ടാക്കലാണ്. അങ്ങനെയാണെങ്കിൽ എക്സിക്യൂട്ടീവുകാർ പറയുന്നുണ്ട് കാര്യം നിർവഹിക്കുക, നടപ്പിലാക്കുകയാണ്. ഇംപ്ലിമെന്റ് ദ ലോ ആണ്, ഇംപ്ലിമെന്റേഷൻ ആണ് ഇവർ ചെയ്യുക. കൃത്യമായിട്ട് നടപ്പിലാക്കും. അങ്ങനെ നീതിന്യായ വിഭാഗത്തിന്റെ പ്രധാന പരിപാടി എന്തേക്കും? ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, നിയമം ഉണ്ടാക്കുന്നില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാനുള്ള, ഇന്റർപ്രേറ്റ് ചെയ്യാനുള്ള അതാണ് ആർക്ക് വരുന്നത്? നീതിന്യായ വിഭാഗത്തിന് വരുന്നത്. വ്യാഖ്യാനിക്കുന്നു എന്ത് ചെയ്യാ, എന്റെ മക്കള് മനസ്സിലാക്കി വെക്കട്ടോ. വ്യാഖ്യാനിക്കുന്നു. ഇത് 3 എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടിപ്പാ. ഇത് ഉറപ്പിച്ചോ. ഈ പ്രാവശ്യത്തെ എക്സാമിന് 16-ാമത്തേതോ 17-ാമത്തേതിലുള്ള ചോദ്യം ഇതാ. നിങ്ങൾക്ക് ഇത് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ? എന്തൊക്കെയാണ് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം? ഇത് പണ്ടത്തേതാണ്. ഇപ്പം ലോക്സഭ രാജ്യസഭ മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. മോദി സർക്കാരിന്റെ കാലത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. മക്കളെ പഠിക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് അതിന് പ്രത്യേകത പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് ലോക്സഭനെ പഠിക്കാം. പുതിയ ലോക്സഭ ഹാള് കണ്ടല്ലോ. ഇതാണ് പുതിയ ലോക്സഭ ഹാൾ എന്ന് പറയുന്നത്. ഫുൾ പച്ചനമായല്ലേ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഒട്ടുകൾ. 543 ആൾക്കാരെ ഡയറക്ട്ലി എലക്ട് ചെയ്യുന്നുണ്ട്. 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സഭയെ നമ്മൾ നോൺ ഓഫ് എന്നറിയപ്പെടുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അതുപോലെ എലക്ടഡ് ഫോർ ടേം ഓഫ് 5 years, 5 വർഷത്തിനാണ് ഒരാൾ തെരഞ്ഞെടുക്കല്. പ്രിസൈഡ് ഓവർ ബൈ ദ സ്പീക്കർ. അതേപോലെ സ്പീക്കർ അധ്യക്ഷ സ്ഥാനം എന്ത് ചെയ്യുന്നു, വഹിക്കുന്നുണ്ട്. ഇതാണ് എന്ത് ലോക്സഭന്റെ ഓർഡർ. അതേപോലെ രാജ്യസഭന്റെ ഓർഡർ എന്തൊക്കെയാണെന്ന് നോക്കിയോളി. അവിടെ 543 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു, 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ വരുന്ന എത്രയാണ്? 238 മെമ്പേഴ്സിനാണ് സെലക്ട് ചെയ്യുക. 12 പേരെ നോമിനേറ്റ് ചെയ്യും. മാത്രമല്ല അവിടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്, ജനപ്രതിനിധി സഭയാണ് ഇത് അറിയപ്പെടുന്നെങ്കിൽ ഇതിനറിയപ്പെടുന്ന എന്താ പറയുക മക്കളെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതിന്
ഏറ്റവും ബെനിഫിറ്റ് എന്താ അറിയോ, അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്നത് എന്താ അറിയോ, ഇറ്റ്സ് എ പെർമനന്റ് ഹൗസ്, സ്ഥിരം സഭയാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇവിടെ പ്രിസൈഡ് എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രിസൈഡ് എന്ന് ആരോ ചോദിച്ചാൽ സ്പീക്കർ ആണെങ്കിൽ ഇവിടെ പ്രിസൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഇവിടെ പ്രിസൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുക. എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് എക്സാമിന് ഈ ചോദ്യം കാണാൻ ഉറപ്പാണ് കേട്ടോ. സോ അത് മനസ്സിലാക്കി വെച്ചല്ലോ, ആ രണ്ട് മനസ്സിലാക്കിയല്ലോ, ലെജിസ്ലേറ്റീവിൽ പഠിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദ്യം കർത്താവ് ഇടുന്നെങ്കിൽ അത് ചോദിക്കാൻ പോകുന്ന ഭാഗം ഭരണഘടനാ ഭേദഗതി. എന്ത് വെറൈറ്റി ഇട്ടോട്ടെ നമ്മൾ പഠിച്ചെടുക്കും. സോ ഇതെന്ന് ചോദിക്കാൻ വന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ മക്കളെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറെ വായിച്ചു വന്നാൽ എന്താണ് ഭരണഘടനാ ഭേദഗതി പറഞ്ഞാൽ അഡീഷനും ഡിലീഷനും നടത്തുന്നതിനാണ്, അഡീഷൻ ആൻഡ് ഡിലീഷൻ നടത്തുന്നതിനാണ്, അഡീഷൻ ആൻഡ് ഡിലീഷൻ നടത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന്. കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും, കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നടത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ പറയാറുള്ളത്. പ്രധാനമായിട്ടും ഭരണഘടനാ ഭേദഗതി എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, എല്ലാം മൂന്നട്ടോ, ഇത് മൂന്നെണ്ണായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അത് ഏതൊക്കെയാന്നുള്ളതാണ് അതിന് ക്വസ്റ്റ്യൻ വരിക. ഇതേപോലെ ഉദാഹരണം തന്നിട്ട് ഇതിന്റെ മെത്തേഡ്സ് ചെയ്താൽ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഭേദഗതിയിലും എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. നോക്കാണ്, ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 3 എണ്ണം ഉണ്ട്. അയവുള്ള ഭേദഗതി ഉണ്ട്, ദൃഢമായ ഭേദഗതി ഉണ്ട്, അതേപോലെ അതിദൃഢമായ ഭേദഗതി ഉണ്ട്. പേര് പോലെ അയവുള്ളതാണ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഭേദഗതി നടത്തണമെങ്കിൽ, അഡീഷൻ ഡിലീഷൻ നടത്താൻ. ആകെ വേണ്ടത് എന്ത് മാത്രമാണ് മക്കളെ, ഈ പാർലമെന്റിന്റെ നോക്കിക്കോളട്ടോ, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണ്ടേ, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണമായിട്ട് എന്ത് ചെയ്യും, നടത്താൻ പറ്റും. അഥവാ നോക്കിക്കോളി, ദ അമെന്റ്മെന്റ് എങ്ങനെ പാസ്സാക്കാൻ പറ്റും, പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി ത്രൂല് പാസ്സാക്കാൻ പറ്റിയ ഇതാണ് ഏത്, നമ്മൾ ഫ്ലെക്സിബിൾ അമെന്റ്മെന്റ് എന്നറിയാം. എപ്പോഴും ഇതിലെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. അതാണ് എന്റെ മക്കൾക്ക് എക്സാമിൽ ചോദിക്കാൻ പോകുന്നത്. ആ ഉദാഹരണങ്ങൾ എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതിന്റെ എക്സാമ്പിളാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ പാർലമെന്റ് മാത്രം അംഗീകരിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ് പേരുകൾ നോക്കിയോട്ടോ. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം, അതിരുകൾ മാറ്റാം, പൗരത്വം മാറ്റാം. ഇനി എന്താണ് ദൃഢമായ ഭേദഗതി, റിജിഡ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ കേവല ഭൂരിപക്ഷം മതിയല്ലോ. പക്ഷെ ഇതെന്താ അറിയോ, ഇരുസഭകൾ നോക്കിയാട്ടോ, പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്, കൃത്യമായ ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രധാനമായിട്ട് മാറ്റുന്ന ഉദാഹരണങ്ങൾ പഠിച്ചോളി. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. മൗലികാവകാശങ്ങള്, മാർഗനിർദ്ദേശത്വങ്ങള്, ഇതൊക്കെ തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടതാണ്. അഥവാ ബോത്ത് ഹൗസസ് എന്ത് ചെയ്യണം, റിക്വയർഡ് ചെയ്ത് മാത്രം മാറ്റാൻ പറ്റിയ അമെന്റ്മെന്റ് ആണ് റിജിഡ് അമെന്റ്മെന്റ്. എക്സാമ്പിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ തുടങ്ങിയവ. അത് മാറ്റണമെങ്കിൽ 2 സഭകൾ ഇരുന്ന് പ്രത്യേക ഭൂരിപക്ഷം 3/2 ഭാഗം ഭൂരിപക്ഷമൊക്കെ വന്നാലേ മാറ്റാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് NRC CA പോലെ നിയമങ്ങളൊന്നും ഇവിടെ വരാത്തത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റം വരുത്തണ്ട, പയ്യൂല, ദൃഢമായതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോർ റിജിഡ് അമെന്റ്മെന്റ് എന്ന് പറയും, അതിദൃഢമായ അമെന്റ്മെന്റ്. അപ്പം ഇത് കേവല ഭൂരിപക്ഷം മതി, ഇത് ഇരുസഭ പാസ്സാക്കിയാൽ മതി. പക്ഷെ ഇത് കേവല ഭൂരിപക്ഷം ഇരുസഭ മാത്രമല്ല കേട്ടോ. നോക്കിയോളി, ഇരുസഭകളുടെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ഇരുസഭയും പാസ്സാക്കിയാൽ മാത്രം പോകേണ്ടതാണ് അതിദൃഢമായത്. ഏതൊക്കെയാണ്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രതിനിധി നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാല്. സോ നോക്കിയോട്ടോ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസ് പാർലമെന്റ് പുറമെ അപ്രൂവൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം വേണം. എക്സാമ്പിൾ ആണ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ജനപ്രതിനിധി നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞാല്. സോ ഇതെന്റെ മക്കൾ പഠിച്ചു വെക്കുക, ഉദാഹരണം പഠിച്ചു വെക്കുക. കാരണം എന്റെ മക്കൾക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഭരണഘടനാ ഭേദഗതി വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാര്യനിർവഹണ വിഭാഗം. ഇതിന് ഒരു എന്താ പറയാ, നമ്മൾ പാരഗ്രാഫ് ആക്കി അല്ലെങ്കിൽ നല്ല ഡയഗ്രാം ആക്കി പഠിച്ചിട്ടുണ്ട്. അതെന്താണ് എന്റെ മക്കൾ പഠിച്ചേക്കണം. നോക്കിയോളി, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ്സിനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ വിളിക്കും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, അതായത് സ്ഥിരം എക്സിക്യൂട്ടീവ്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, പെർമനന്റ് എക്സിക്യൂട്ടീവ്. നിങ്ങൾ മനസ്സിലാക്കിക്ക, ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നിയമം നിർമ്മിക്കുന്ന ആൾക്കാരല്ല, നടപ്പിലാക്കുന്ന ആൾക്കാരാ. ഈ നടപ്പിലാക്കുന്ന ആൾക്കാർ 2ആയിട്ടുണ്ട്. ചിലവര് കുറച്ച് കാലത്തിന് മാത്രം ഉണ്ടാവും, അതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അത് എപ്പോഴും ആണെങ്കിൽ മാറ്റം വരാം. പക്ഷെ ഇത് പെർമനന്റ്, സ്ഥിരമാണ്. നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റോ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പൊയ്ക്കോറിയോ,
അറിയില്ലല്ലോ. IAS ആയാലും IAS തന്നെ ആവും. ചില പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ അവരെ മാറ്റുള്ളൂ. അങ്ങനെ സ്ഥിരം എക്സിക്യൂട്ടീവ്സ് ആൾക്കാരാണ്. എക്സാമ്പിൾ പഠിച്ചേക്കുക ബ്യൂറോക്രസി, അതേപോലെ തന്നെ അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ് ഒക്കെ. പക്ഷെ ഇതങ്ങനെ കേട്ടോ, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് മാറാം, പൊസിഷൻ അവിടെ ഉണ്ടാവും, പക്ഷെ മാറ്റങ്ങൾ വരും. അതാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, നമ്മൾ തെരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഒക്കെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഈ പട്ടിക ഉണ്ടാവില്ല, ഈ പട്ടിക ഉണ്ടാവില്ല, ഈ രണ്ട് പട്ടിക ഉണ്ടാവില്ല. നിങ്ങൾ ചോദിക്കും എന്ത് ചെയ്യാന്, ഇത് എഴുതാൻ. അപ്പൊ 3 മാർക്ക് ചോദ്യക്കായിട്ട് വരും. സോ ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് വൺ. എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 4-5 ക്വസ്റ്റിനെ. അടുത്തതാണ് രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം. ആ ചുമതല പഠിച്ചു വെക്കുക. എന്താണെങ്കിലും അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ നിങ്ങൾ ശരി. ഞാൻ ഒരു വായിച്ചേ, എന്റെ മക്കൾക്ക് എന്ത് ചെയ്യുക, ഇത് ഷോർട്ടാക്കി എഴുതാം. ഷോർട്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് ലൈവിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. ഫുൾ ഒറ്റ പക്ക ഷോർട്ടിലേക്ക്. 7 മണിക്കാണ് മറക്കണ്ട മക്കളെ, 7 മണിക്കാണ് മറക്കണ്ട എന്ന് പറഞ്ഞത്. നോക്കിയാൽ അപ്പോയിന്റ്മെന്റ് പ്രൈം മിനിസ്റ്റർ, അതർ മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ്മെന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻഡ് സുപ്രീം കോടതി, ഹൈക്കോടതി, അതുപോലെ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഇൻ രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഇൻ ലോക്സഭ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക. റെഡി ആണല്ലോ. സോ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ സുപ്രീം കോടതിയും കൂടിയുള്ളൂ. സുപ്രീം കോടതി വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ചില കാര്യമാണ്. അത് ഞാൻ എന്ത് ചെയ്യുക, ഇന്നത്തെ 7 മണിന്റെ ലൈവിൽ ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. സോ ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനും. ഇനി നമുക്ക് നോക്കാം 7ാമത്തെ ചാപ്റ്റർ. 7ാമത്തെ ചാപ്റ്റർ ടഫുള്ള മക്കളാണെങ്കിൽ എസ് സാർ സംഘത്തിന് ഇമോജി ഇടോ. യെസ് സാർ, എനിക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ടഫാണെന്നുള്ളത് മക്കളെ കണ്ടോ. ഇപ്പൊ ഞാൻ ഈ ചാപ്റ്റർ മൊത്തം കാര്യങ്ങൾ പഠിപ്പിച്ചാൽ വേണ്ടി. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നാമത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും മക്കളെ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്നത് എന്താണ് ജനാധിപത്യ സംവിധാനങ്ങൾ ചോദിക്കും. ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കമ്മീഷൻ ചുമതലകൾ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് വൺ ചോദിക്കാൻ ചാൻസ് ആണ്. പിന്നെ കമ്മീഷൻസ്. എന്റെ മക്കളെ കമ്മീഷൻസ് ഒക്കെ പഠിക്കാൻ സിമ്പിൾ ആണ്. കമ്മീഷൻസിന് ആകെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ സെറ്റപ്പ് ആക്കി വരാണ്. സോ നമുക്ക് നോക്കാം, ചാപ്റ്റർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ ചോദ്യം കാണാൻ ചാൻസ് ഉണ്ട്. ഇൻ ഇന്ത്യ മെനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യ സ്ഥാപനവൽക്കരണത്തിന് രൂപീകരിച്ചുള്ള വിവിധ സംവിധാനങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്കറിയുന്ന ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മിൻസർ കാണിച്ചത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടിക വർഗ കമ്മീഷൻസ് ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 4 എഴുതി വെക്കുക. നിങ്ങൾ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള 2 മാർക്കാണ്. ഒരു 4 എഴുതി വെക്കുക എന്ന് ഉറപ്പിച്ചോ, സെറ്റായിട്ട് മാറും. പിന്നെ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. 2 രീതിയിലുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഉണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അഥവാ മക്കൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ബോഡികളല്ല. ഈ ബോഡിയാണ് 2 രീതിയിലാണ് വന്നത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആയ സമയത്ത് വന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞത്. ബട്ട് ഇതെങ്ങനെയാണ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കി വന്നതാണ് ഇത് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. എന്ത് ചെയ്യുക, എന്റെ മക്കളെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരാം. സെറ്റാണല്ലോ, സെറ്റാണ്, നമ്മൾ സെറ്റാണ്, സൂപ്പർ ആയിട്ട് പഠിക്കും, നമ്മൾ സെറ്റാക്കി മാറ്റും കേട്ടോ. പിന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ചോപ്പിച്ച് വെച്ച സാധനം കാണാം. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടതാണ് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ എന്ന് പറഞ്ഞത്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ചുമതലകൾ. മക്കളെ നിങ്ങളെ ബുക്കിൽ കാണപ്പെടുന്നത് ഇതാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് എന്നെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. മക്കൾ ഉറപ്പിച്ചോ, 2024 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിലായിരിക്കും എന്നുള്ളതാണ്. സോ ഈ പോയിന്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പോയിന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ്സുകൾ മാത്രമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് പഠിച്ചു വെക്കാം. ഒന്നാമത്തേതാണ് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കല്, പ്രിപ്പയർ ദ വോട്ടർ ലിസ്റ്റ്, വോട്ടർ പട്ടിക ഉണ്ടാക്കല്, അതൊക്കെ കമ്മീഷൻ ചുമതലകൾ കേട്ടോ. അതേപോലെ തന്നെ ഡിക്ലെയർ ദ ഡേറ്റ് ആൻഡ് സ്റ്റേജ് ഓഫ് ഇലക്ഷന്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിവിധ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുക, തീയതി പ്രഖ്യാപിക്കല്, അലോട്ട് ഇലക്ഷൻ സിംബിൾസ്, തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുക, ചിഹ്നങ്ങൾ എന്ത് ചെയ്യുക, അനുവദിക്കല്, അതേപോലെ ഫ്രെയിം ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റ ചട്ടം രൂപീകരിക്കല്, അതേപോലെ ദ അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനം നടത്തല്, വോട്ടിംഗ് ആൻഡ് കൗണ്ടിംഗ് ഓഫ് ഡിക്ലറേഷൻ റിസൾട്ട്, വോട്ടിംഗും അതേപോലെ ഫലപ്രഖ്യാപനം നടത്തല്, തെരഞ്ഞെടുപ്പിലെ എക്സ്പെൻസുകൾ എത്ര വന്നു, ഓരോ പാർട്ടിക്ക് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കലായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ചുമതലകളാണ്. മക്കളെ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു തരണോ? ഒരു പ്രേമ കഥയിലൂടെ ഞാൻ പറഞ്ഞു തന്നാലോ?
ആ കഥ കേൾക്കാൻ, ആ പ്രേമത്തിന്റെ കഥ കേൾക്കാൻ, നിങ്ങൾ പ്രേമല്ല അത് നല്ലൊരു കഥയിൽ കേൾക്കാൻ എൻ്റെ മക്കൾ പോര്. ഇന്ന് 7 മണിക്കുള്ള ലൈവിലേക്ക് പോര് മക്കളെ. നമ്മൾ അവിടെ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് കമ്മീഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഓരോ കമ്മീഷനും അയ്യോ പോയോ എന്താ സാറേ അങ്ങനെ മാറി. ഓരോ കമ്മീഷൻസും എങ്ങനെയാണ് പഠിക്കുന്നത് ഇത് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഈ ചാനലിൻ്റെ മുകളിലായിട്ട് താഴത്തായിട്ടുണ്ടാവും. അതൊന്നും എന്ത് ചെയ്യുക, പോയിട്ട് കാണാം. സോ ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് 4ാമത്തെ ചാപ്റ്റർ, ജനസംഖ്യ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ജനസംഖ്യ പ്രവണതകൾ ഇന്ത്യയിൽ എന്ന ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ജനസംഖ്യ ശാസ്ത്രം എന്ന് പഠിച്ചു വെക്കണം. ഇതാണ് കേട്ടോ. ഡെമോഗ്രഫി ഈസ് എ ബ്രാഞ്ച് ആണ്. ഞാൻ ഇതിനൊന്ന് ഷോർട്ട് ആക്കാണേ. ഞാൻ ഇതിനൊന്ന് ഷോർട്ട് ആക്കി ഇതാണ് നോക്കിയോട്ടോ. ഡെമോഗ്രഫി കളറ് കൂടുതലാണ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഒന്ന് പോപ്പുലേഷൻ സ്ട്രക്ചർ, ഒരു മെൻഷൻ സ്ട്രക്ചർ ഒക്കെ പോപ്പുലേഷൻ സ്ട്രക്ചർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, ഡേറ്റ് ആൻഡ് ഡെത്ത്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ആണ്. സോറി മാറിപ്പോയി. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, അതേപോലെ മൈഗ്രേഷൻ, അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കാൻ എൻ്റെ മക്കൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനം അത് ഞാൻ ഇതിലേക്ക് മാറ്റുന്നു കേട്ടോ. നോക്കിയോളി, ഡെമോഗ്രഫി ഈസ് എ ബ്രാഞ്ച് ഡീൽസ് വിത്ത് എന്തൊക്കെയാണ്, പോപ്പുലേഷൻ സ്ട്രക്ചർ. ഇത് സ്ട്രക്ചർ ആണല്ലോ, പോപ്പുലേഷൻ സ്ട്രക്ചർ, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഈസ് നോൺ ആസ് എന്ത് പറയുന്നു, ഡെമോഗ്രഫി എന്ന് പറയുന്നു. അഥവാ ജനമരണനിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് എന്ത് ചെയ്യാറ് നമ്മൾ പറയാറുള്ളത്. ഈ ജനസംഖ്യാ ശാസ്ത്രത്തിന് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഈ ജനസംഖ്യ ശാസ്ത്രം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കുന്നതാണ് ഈ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതെൻ്റെ മക്കൾ അറിഞ്ഞു വെക്കണം. പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. ആ പ്രശ്നങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ജനസംഖ്യ കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം ഈ ചാപ്റ്റർ നമ്മൾ എപ്പോഴും കാണുന്നത് അറിയോ, ഒരു ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻ കാണാൻ ചാൻസ് ഉണ്ട്. ആ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം പുറമേ ചോദിക്കും ജനസംഖ്യയെ കുറിച്ചിട്ടല്ലേ. അപ്പോൾ മനസ്സിലാക്കിയ ജനസംഖ്യ കൂടിയാലുള്ള പ്രശ്നം എന്ന കാര്യം. ഒന്നാമതാണ് പോവേർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, സ്റ്റാർവേഷൻ, അതേപോലെ ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ, ആരോഗ്യമേഖല പ്രശ്നം, ഇൻഫ്ലേഷൻ തുടങ്ങിയവയൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇനി ഡെമോഗ്രഫിയെ പഠിക്കാൻ വേണ്ടി തന്നെ 2 രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ അറിയപ്പെടും സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം, സോഷ്യൽ ഡെമോഗ്രഫി എന്ന് അറിയപ്പെടും. മറ്റേ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയും. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, ഫോർമൽ ഡെമോഗ്രഫിയാണ്. 2 മറിച്ചേക്കാം. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേക റീജിയൻ, പ്രത്യേകം ഒരു ഏരിയയിൽ ഒരു പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ. അപ്പൊ ചെറിയ കാര്യങ്ങൾ ഒരു രാജ്യത്തെ ഒരു സ്ഥലത്ത് മാത്രം ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമുള്ളതാണ്, ചെറുതാണ്, നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ അത് ചെറിയ സ്ഥലത്ത് വികസനം കൊണ്ടുവരണമെങ്കിലും ഒക്കെ നടത്തുന്ന പഠനത്തെയാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുക. പക്ഷെ ഫോർമൽ ഡെമോഗ്രഫി അങ്ങനെയല്ല. സോ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സെൻസസ് എന്ന് പറഞ്ഞത്. അഥവാ കൃത്യമായിട്ട് ഗണിതശാസ്ത്രപരമായിട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതാണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് എന്തുണ്ടാവും, സംഖ്യാമാറ്റം ഘടകങ്ങൾ അളക്കുകയും സംഖ്യാമാറ്റങ്ങൾ ഓരോ വർഷം എത്രയാണെന്നാണ് കൃത്യമായിട്ട് അളവുകൾ അളക്കുകയും അത് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇതിലാണ് ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ തത്വങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. അപ്പം ഇത്രയൊരു ഡിഫറൻസ്. സോഷ്യൽ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ അവിടുത്തെ വികസനങ്ങളും കാര്യങ്ങളായിട്ടാണ്. ഫോർമൽ ഡെമോഗ്രഫി പറഞ്ഞാൽ ഒരു വർഷം എല്ലാ വർഷവും എന്തുണ്ടാവും നിൽക്കും. അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫോർമൽ ഡെമോഗ്രഫി നടത്താറുള്ളത്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പം സിമ്പിളാണ്. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രമാണ് എടുത്തിട്ടാണ് എന്ത് ചെയ്യാറ്, അത് ചെയ്യാറുള്ളത്. അവിടുത്തെ എന്തൊക്കെ നോക്കി സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് നോക്കും. പക്ഷെ അങ്ങനെയല്ല നമ്മളെ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അവർ സെൻസസ് ആണ് അതിന് എക്സാമ്പിൾ. കൃത്യമായിട്ട് എന്തുണ്ടാവും, അനലൈസ് ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ചെയ്യാറുള്ളത്. എക്സാമ്പിൾ ആണ് പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ജെൻഡർ റേഷ്യോ, അതേപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി ഒക്കെ കൃത്യമായിട്ട് മാറാറുള്ളത്. ഇത് ചെറുത്, ഇത് വലുത്, ഇവൻ ഭീകരനവ, ഇവൻ സൂപ്പറമ്മ എന്നെന്ത് ചെയ്യുക എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഏറ്റവും വലിയ സെൻസസ് നടത്തുന്നത് ഇന്ത്യയിലാണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ആ സെൻസസ് അല്ലെങ്കിൽ ആ ഡെമോഗ്രഫിയെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഈ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കൂട്ടി അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ കുറേ ഉണ്ട്. അതെല്ലാം ഇന്നത്തെ ലൈവിൽ നമ്മൾ പറയും. ഇത് ഏതൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൈഗ്രേഷൻ, കുടിയേറ്റം, അതേപോലെ തന്നെ ഡെത്ത് ആൻഡ് ബർത്ത് റേറ്റ്, ജനനനിരക്കും മരണനിരക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത, അതേപോലെ ഫീമെയിൽ മെയിൽ റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം,
അനുപാതം, ലൈഫ് എക്സ്പെക്ടൻസി, അതേപോലെ തന്നെ ആയുർദൈർഘ്യം, ഏജ് സ്ട്രക്ചർ, പ്രായഘടന, ആശ്രിതാനുപാതം, ഡിപ്പെൻസ് ഓഫ് റേഷ്യോ. ഇതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ചെറിയ എല്ലാത്തിനും 3 പോയിന്റ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചെണ്ണം മാത്രമുണ്ട്. അതിന് 7 മണിക്ക് ഞാൻ കൃത്യമായിട്ട് 100% ഷുവർ ക്വസ്റ്റ്യനിൽ ഞങ്ങൾ 3 ആൾ വരുന്നുണ്ട്. മക്കളെ നിങ്ങൾ വെറുതെ ഇരുന്ന് പഠിക്കുന്നേക്കാൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നമ്മളെ കൂടെ പഠിക്കുന്നത്. ട്രിക്കിലൂടെ സെറ്റപ്പ് ആയിട്ട് നമ്മൾ പഠിക്കാം. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അല്ലടാ, നിങ്ങൾക്ക് വേണ്ട ആൻസർ എങ്ങനെ എഴുതാണല്ലേ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, സെറ്റാക്കി മാറ്റാം. 7 മണിക്ക് എൻ്റെ മക്കൾ അവിടെ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. കാരണം 3 ചാപ്റ്റർ നിങ്ങൾക്ക് വെറും 20 മിനിറ്റിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാറ്റും. സോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അടിപൊളിയാക്കാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് അടിപൊളിയാക്കാം. ബൈ. 7 മണിക്ക് കാണണം കേട്ടോ.